അവർക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് ഒരുപാട് സമയം തരും. പ്രയോറിറ്റി മാറ്റേഴ്സ്, സ്നേഹം ഉണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കും, സ്നേഹം ഉണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് വരാറുണ്ട്. ആൻഡ് ഇങ്ങനത്തെ വീഡിയോസ് കാരണം തന്നെ ഒരുപാട് ബ്രേക്കപ്പും സംഭവിക്കാറുണ്ട്. ഇതെല്ലാം റോങ് ഇൻഫർമേഷൻസ് ആണ്. എല്ലാവർക്കും സ്നേഹം എന്ന് പറയുന്നത് ഒരേപോലെ ആയിരിക്കില്ല. ലവ് ലാംഗ്വേജസിനെ പറ്റി നിങ്ങൾ പല വീഡിയോസിലും കേട്ടിട്ടുണ്ടാവാം. എന്നാൽ ഇന്നത്തെ വീഡിയോ അതിലെല്ലാത്തിൽ നിന്നും ഡിഫറെന്റ് ആയിരിക്കും. ബിക്കോസ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ആൻഷ്യസ് ആയ ഒരാൾക്കും അവോയ്ഡന്റ് ആയ ഒരാൾക്കും ഉണ്ടാവുന്ന ലവ് ലാംഗ്വേജസിനെ പറ്റിയാണ്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് അത്രയും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. നിങ്ങളൊരു ലോങ് ടേം റിലേഷൻഷിപ്പാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പതുക്കെ പതുക്കെ മടുക്കാൻ തുടങ്ങും. ഇനി ഈ ആൻഷ്യസും അവോയ്ഡന്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ മുമ്പത്തെ വീഡിയോ എന്തായാലും കാണണം. അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി ജസ്റ്റ് ചെറുതായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പാർട്ട്ണറിനോട് ഒരുപാട് സ്നേഹം കാണിക്കുന്ന ഒരാളാണ്. എല്ലാ കാര്യത്തിലും നിങ്ങളാണ് ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളാണ് എപ്പോഴും വിളിക്കാൻ നോക്കുന്നത്, മെസ്സേജ് അയക്കുന്നത്, നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണെന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ആൻഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ഒരാളായിരിക്കാം. ഇനി നിങ്ങളുടെ പാർട്ട്ണർ അത്ര എഫേർട്ട് ഒന്നും എടുക്കുന്നില്ല, നിങ്ങൾ നോക്കുമ്പോൾ അത്ര സ്നേഹമൊന്നും എപ്പോഴും പ്രകടിപ്പിക്കുന്നില്ല, അവരുടെ കാര്യം മാത്രം നോക്കി പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ചിലപ്പോൾ അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ഒരാളായിരിക്കാം. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ മുമ്പുള്ള വീഡിയോസ് കാണുക. ഈ വീഡിയോ നിങ്ങളെ ഒരുപാട് സഹായിക്കാൻ പോവാണ്. അതിന് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലവ് ലാംഗ്വേജ് അറിയാത്തത് കൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ റിലേഷൻഷിപ്പിൽ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ബ്രേക്കപ്പുകളും സംഭവിക്കാറുണ്ട്. സോ ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഈ ലവ് ലാംഗ്വേജസിനെ പറ്റിയാണ്. ആദ്യം തന്നെ ട്രഡീഷണലി പറയുകയാണെങ്കിൽ 5 ലവ് ലാംഗ്വേജസ് ആണ് ഉള്ളത്. ഈ 5 എണ്ണം ഞാൻ ആദ്യം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അതിനുശേഷം ആൻഷ്യസ് ആയ ഒരാളും അവോയ്ഡന്റ് ആയ ഒരാൾക്കും ഏത് തരം ലവ് ലാംഗ്വേജസ് ആണ് ഉണ്ടാകുക എന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ എങ്ങനെ നമുക്ക് നമ്മുടെ പാർട്ട്ണറുടെ ലവ് ലാംഗ്വേജ് കണ്ടുപിടിക്കാം എന്നുള്ളതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. സോ എന്തായാലും ശ്രദ്ധിച്ച് ഈ വീഡിയോ കേൾക്കുക. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് ഫാബിൻ സ്റ്റാൻലി. സോ ഈ ലവ് ലാംഗ്വേജസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാനൊരു ബിരിയാണിയുടെ എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എല്ലാ ബിരിയാണി എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തമിഴ്നാട് സ്റ്റൈലായിട്ടുള്ള കുറച്ച് മസാലയൊക്കെ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഹൈദരാബാദ് ബിരിയാണി, അങ്ങനത്തെ ബിരിയാണിയോട് എനിക്ക് താല്പര്യമുള്ളത്. എനിക്ക് കേരള സ്റ്റൈൽ ബിരിയാണിയോട് അത്ര താല്പര്യമില്ല. കാരണം വൈറ്റ് റൈസ് ആയിട്ടുള്ള ബിരിയാണി എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. പക്ഷേ എന്റെ ചുറ്റുപാടുള്ള, അതായത് എന്റെ കുറെ ഫ്രണ്ട്സിനും ബിരിയാണി എന്ന് പറയുമ്പോൾ നമ്മുടെ കേരള സ്റ്റൈലായിട്ടുള്ള വൈറ്റ് റൈസും പിന്നെ ചിക്കൻ കറിയും അതുപോലത്തെ ബിരിയാണിയാണ് അവർക്ക് ഇഷ്ടം. ഇനി ഞാനൊരു എക്സാമ്പിൾ പറയാണ്. ഇപ്പൊ ഞാൻ പുതിയതായിട്ട് ഒരാളെ പരിചയപ്പെടുന്നു. ആ പരിചയപ്പെടുന്ന ആളോട് ഞാൻ പറയാണ് എനിക്ക് ബിരിയാണിയാണ് ഫേവറേറ്റ് എന്ന് ഞാൻ പറയുന്നു. അയാൾ എന്നോട് പറയാണ് എന്റെ ഫേവറേറ്റും ബിരിയാണിയാണെന്ന് പറയുന്നു. അങ്ങനെ അയാൾ എന്നോട് പറയാണ് ഞാൻ നിനക്ക് ഒരു ദിവസം ഒരു ട്രീറ്റ് തരാം, ബിരിയാണി വാങ്ങിച്ചു തരാം എന്ന് പറയുന്നു. അങ്ങനെ എന്നെ ബിരിയാണി വാങ്ങിച്ചു തരാൻ വേണ്ടി ഒരു നല്ല കടയിലേക്ക് കൊണ്ടുപോകുന്നു. എനിക്ക് ബിരിയാണി വാങ്ങിച്ചു തരുന്നു. ഈ ബിരിയാണി മുമ്പിലേക്ക് വരുമ്പോഴാണ് ഞാൻ കാണുന്നത് ഇത് സാധാരണ കേരള സ്റ്റൈൽ ബിരിയാണിയാണ്, അല്ലെങ്കിൽ വൈറ്റ് കളർ റൈസ് ഉള്ള മസാലയൊന്നും അധികം ഇല്ലാത്തൊരു ബിരിയാണിയാണ്. ഇത് കാണുമ്പോൾ ഉറപ്പായിട്ടും എനിക്കറിയാം എനിക്ക് അങ്ങനത്തെ ബിരിയാണി ഇഷ്ടമല്ല. പക്ഷെ ആദ്യമായിട്ട് ഇയാൾ എനിക്ക് വാങ്ങിച്ചു തരുന്നതുകൊണ്ട് ഞാൻ ഇഷ്ടമുള്ളൊന്നും എന്തായാലും പറയാൻ പോകുന്നില്ല. ഞാൻ എന്തായാലും കഴിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ അയാളുടെ മനസ്സിൽ അയാൾ ഭയങ്കര ഹാപ്പി ആവും. കാരണം അയാൾ എനിക്ക് എന്റെ ഫേവറേറ്റ് ഫുഡാണ് വാങ്ങിച്ചു തന്നത്. പക്ഷെ അയാളെന്നോട് ചോദിച്ചില്ല ഏത് തരം ബിരിയാണിയാണ് എനിക്ക് ഇഷ്ടം എന്ന്. പിന്നീട് ഞാൻ ഇയാളെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട തരം ബിരിയാണി ആയിരിക്കും ഞാൻ വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിക്കുക, അല്ലേ? ചിലപ്പോൾ അത് കഴിക്കുമ്പോൾ അയാൾ പറയും എനിക്ക് മസാലയുള്ള ബിരിയാണി ഒന്നും ഇഷ്ടമല്ല, എനിക്ക് അന്ന് നമ്മൾ കഴിച്ച പോലത്തെ ബിരിയാണി അതല്ല അടിപൊളി എന്ന് അയാൾ പറയും. സോ രണ്ടുപേർക്കും ബിരിയാണി ഇഷ്ടമാണ്, പക്ഷെ 2 തരം ബിരിയാണിയാണ് ഇഷ്ടം. ഇതുപോലെ തന്നെയാണ് സ്നേഹം എന്ന് പറയുന്നത്. ഇവിടെ എപ്പോഴും ഇതിനെപ്പറ്റി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നില്ല. നിനക്ക് ബിരിയാണി ഇഷ്ടമാണ്, എനിക്ക് ബിരിയാണി ഇഷ്ടമാണ്, സോ നമുക്ക് ബിരിയാണി കടയിൽ പോവാന്ന് പറയുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നില്ല ഏത് തരം ബിരിയാണി ഇഷ്ടം എന്ന്. അങ്ങനെ വരുമ്പോൾ പതുക്കെ പതുക്കെ ഒരു മടുപ്പ് വരാൻ തുടങ്ങും. ഇയാൾ എന്നെ മനസ്സിലാക്കുന്നില്ലെന്നുള്ള ഫീൽ വരാൻ തുടങ്ങും. ഇതുപോലെ തന്നെയാണ് ലവ്, ഇഷ്ടം, പ്രണയം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. പലവർക്കും ഇഷ്ടം എന്ന് പറയുന്നത് പല രീതിയിലാണ് വേണ്ടത്. അതാണ് ലവ് ലാംഗ്വേജസ് എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കാതെ നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോഴാണ് പലപ്പോഴും പ്രശ്നം ഉണ്ടാവുന്നത്. നമ്മൾ വിചാരിക്കും നമ്മളുടെ ലവ് ലാംഗ്വേജ് തന്നെയാണ് അയാൾക്കും വേണ്ടതെന്ന്. സോ നമ്മൾ എങ്ങനെയാണോ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ അവർക്കും കൊടുക്കും. അവർക്ക് അത് ചിലപ്പോൾ ആവശ്യം പോലും ഉണ്ടാവില്ല. അപ്പോ റിലേഷൻഷിപ്പിൽ മടുപ്പ് വരാൻ തുടങ്ങും. ഞാൻ എന്ത് ചെയ്തിട്ടും ഇയാൾക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ ഇത്രയും സ്നേഹം കൊടുത്തിട്ടും ഇയാൾക്ക് മനസ്സിലാവുന്നില്ല. അവർക്കും അതേ ഫീലിംഗ് തന്നെ ഉണ്ടാവും. ഈ ബിരിയാണിയുടെ എക്സാമ്പിൾ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. രണ്ടുപേർക്കും ബിരിയാണി ഇഷ്ടമാണ്, പക്ഷെ 2 തരത്തിലാണ് ഇഷ്ടം. അതുകൊണ്ട് നിങ്ങൾ ബിരിയാണി തന്നെ കൊടുത്തത് കൊണ്ടും അവർ സാറ്റിസ്ഫൈഡ് ആവില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവർക്ക് വേണം. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ
നിങ്ങൾ ആദ്യം ഒരാളെ പരിചയപ്പെടുന്ന സമയത്ത് അവരുടെ ലവ് ലാംഗ്വേജ് ഏതാന്ന് മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മടുക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ അവർക്ക് മടുക്കാൻ തുടങ്ങും. ട്രഡീഷണലി പറയുകയാണെങ്കിൽ 5 തരം ലവ് ലാംഗ്വേജസ് ഉണ്ട്. ആദ്യം ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം, അതിനുശേഷം ആൻഷ്യസ് ആയ ഒരാളുടെയും അവോയ്ഡന്റ് ആയ ഒരാളുടെയും ലവ് ലാംഗ്വേജും അതെങ്ങനെ കണ്ടുപിടിക്കണം, എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതെല്ലാം ഞാൻ പറഞ്ഞുതരാം. സോ ആദ്യത്തെ ലവ് ലാംഗ്വേജ് ആണ് വേർഡ്സ് ഓഫ് അഫർമേഷൻ. ദിസ് ഈസ് ഓൾ അബൌട്ട് വേർഡ്സ്. വാക്കുകൾ കൊണ്ടാണ് ഇവിടെ ഇഷ്ടം പ്രകടിപ്പിക്കപ്പെടേണ്ടത്. ഈ ലവ് ലാംഗ്വേജ് ഉള്ള ആൾക്കാര് ഏറ്റവും കൂടുതൽ സ്നേഹം ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്നത് വാക്കുകൾ കൊണ്ടുള്ള, അതായത് സ്നേഹത്തോടെയുള്ള വാക്കുകളാവും, ആശ്വാസത്തിന്റെ വാക്കുകളാവും, അങ്ങനെ വാക്കുകൾ കൊണ്ട് കേൾക്കുമ്പോഴാണ് ഇവർക്ക് സ്നേഹം ഫീൽ ചെയ്യുക. അത് ചിലപ്പോൾ ഒരു കോംപ്ലിമെന്റ് ആകാം, നിനക്കാണെന്ന് കൊള്ളാലോ, നിന്റെ ഡ്രസ് അടിപൊളിയാണല്ലോ, ഒരു അപ്രിസിയേഷൻ ആവും, താങ്ക് യു ഫോർ ഡൂയിങ് ദിസ്, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ പോലെ ആകാം, നിനക്കത് ചെയ്യാൻ പറ്റും എനിക്ക് ഉറപ്പാണ്, അല്ലെങ്കിൽ സ്നേഹവാക്കുകളാകാം. ഫോർ എക്സാമ്പിൾ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, യു മാറ്റർ ടു മീ, ഇത് കണ്ടപ്പോൾ നിന്നെ ഞാൻ ഓർത്തു, ഐ മിസ് യു, ഇങ്ങനെ പറയുന്ന കാര്യങ്ങളാകാം. സോ ഇങ്ങനെ കേൾക്കുമ്പോഴാണ് ഇവർക്ക് സ്നേഹിക്കപ്പെട്ടു എന്നുള്ള ഫീൽ ഉണ്ടാവുള്ളൂ. സോ വേർഡ്സ് ഓഫ് അഫർമേഷൻ ആണ് ലവ് ലാംഗ്വേജ് എങ്കിൽ ഒരാളുടെ അവർ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് വാക്കുകൾ കൊണ്ടുള്ള സ്നേഹമായിരിക്കും. അവർക്ക് എപ്പോഴും ഒരു റീഅഷുറൻസ് വേണം, അതായത് ഉറപ്പ് വേണം, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് എപ്പോഴും കേൾക്കേണ്ടി വരും, മിസ് ചെയ്യുന്നുണ്ടെന്ന് കേൾക്കേണ്ടി വരും, ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവും. ഒരാളുടെ ചെറിയ ചെറിയ വാക്കുകൾ അല്ലെങ്കിൽ മെസ്സേജുകൾ ഇവർക്ക് വലിയ വലിയ ഇമ്പാക്റ്റുകൾ ഉണ്ടായി കൊടുക്കും. ഈവൻ ഒരു മെസ്സേജിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴാണെങ്കിൽ പോലും ഇപ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് മാത്രം അയച്ചാൽ ചിലപ്പോൾ അവർക്ക് ദേ ഫീൽ ബാഡ്, അതിലൊരു ഇമോജി കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും ഇപ്പോൾ എക്സ്പ്രസീവ് ആയിരിക്കും, വളരെ എക്സ്പ്രസീവ് ആകുന്ന ആൾക്കാർ അല്ലെങ്കിൽ വളരെ എക്സ്പ്രസീവ് ആകണം അവരുടെ പാർട്ട്ണർ എന്നവർ ആഗ്രഹിക്കുന്നുണ്ടാവാം. ആൻഡ് അവരുടെ പാർട്ട്ണർ ഒരുപാട് മെസ്സേജുകൾ അയക്കുമ്പോൾ, ഒരുപാട് കാര്യങ്ങൾ വാക്കുകളിലൂടെ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ ഇവർക്ക് ദേ ഫീൽ റിയലി റിയലി ലവ്ഡ്. സോ ഫസ്റ്റ് ലവ് ലാംഗ്വേജ് ആണ് വേർഡ്സ് ഓഫ് അഫർമേഷൻ. രണ്ടാമത്തെ ലവ് ലാംഗ്വേജ് ആണ് ക്വാളിറ്റി ടൈം. ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് ജസ്റ്റ് ഫിസിക്കലി ഒരാൾ പ്രസന്റ് ആയിരിക്കുക എന്നുള്ളതല്ല, ഇമോഷണൽ അവൈലബിലിറ്റി ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ചിലപ്പോൾ ഫോൺ കോൾ വഴിയാകാം, ഒരു ഡീപ്പ് കോൺവെർസേഷൻ ആവാം, അടുത്തിരുന്ന് സംസാരിക്കുന്നതാവാം, ബാക്കി എല്ലാ ഡിസ്ട്രാക്ഷൻസും മാറ്റിവെച്ച്, അതായത് ഫോണൊക്കെ മാറ്റിവെച്ച് അടുത്തിരുന്ന് സംസാരിക്കുന്നത് അല്ലെങ്കിൽ സമയം ചെലവഴിക്കുന്നതാകാം, അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതാകാം. സോ ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രോക്സിമിറ്റി അല്ല, പ്രസൻസ് ആണ്. അതായത് പ്രോക്സിമിറ്റി എന്ന് പറയുമ്പോൾ ജസ്റ്റ് നിങ്ങൾ അടുത്തിരുന്ന് നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, അതല്ല ഇവരോട് ഉദ്ദേശിക്കുന്നത്. ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ടൈമാണ്, അതുപോലെ തന്നെ അറ്റൻഷൻ കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രസൻസ് ആണ്. സോ ഇങ്ങനത്തെ ആൾക്കാർക്ക് ലവ് ഫീൽ ചെയ്യണമെങ്കിൽ ദേ നീഡ് ക്വാളിറ്റി ടൈം. അടുത്ത ലവ് ലാംഗ്വേജ് എന്താണെന്നറിയോ? ആക്ഷൻ സ്പീക്സ് ലൗഡർ ദാൻ വേർഡ്സ് എന്ന് നമ്മൾ പറയില്ലേ, നീ പറയുന്ന വാക്കുകളെക്കാൾ നീ ചെയ്യുന്ന പ്രവൃത്തിയാണെന്ന്, അതുപോലത്തെ ഒരു സംഭവമാണ്. അതാണ് ആക്ട് ഓഫ് സർവീസ്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ദേ ഫീൽ ലവ്ഡ് വെൻ സമ്മൺ ഹെൽപ്ഡ്. അവരെ സഹായിക്കുമ്പോൾ, അവരുടെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്തു കൊടുക്കുമ്പോഴൊക്കെയാണ് ദേ ഫീൽ ലവ്ഡ്, അവർക്ക് സ്നേഹം തോന്നുക. അത് ചിലപ്പോൾ അവരുടെ എന്തെങ്കിലും ടാസ്ക്, ചിലപ്പോൾ അസൈൻമെന്റോ പ്രോജക്റ്റോ അല്ലെങ്കിൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതാവാം, അല്ലെങ്കിൽ അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതാവാം, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നതാകാം. ചിലപ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുമ്പോൾ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ജോബിനെ പറ്റി എന്തെങ്കിലും നമ്മൾ അന്വേഷിച്ച് കണ്ട് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ആയിരിക്കും അവർക്ക് കൂടുതൽ ഇഷ്ടം. അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ ദേ ഫീൽ വാല്യൂഡ് ആൻഡ് ലവ്ഡ്. ആൻഡ് അടുത്ത ലവ് ലാംഗ്വേജ് ആണ് ഫിസിക്കൽ ടച്ച്. ഒരുപാട് ആൾക്കാരുടെയും ലവ് ലാംഗ്വേജും ആയിരിക്കാം ഇതൊരു പക്ഷെ. അതായത് അതൊരു ഹഗ് ആവാം, ടച്ച് ആകാം, കഡ്ലിംഗ് ആകാം, ഇന്റിമസി ആകാം. അങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാരെ വെൻ ദേ ആർ ടച്ച്ഡ്, അവരെ തൊടുന്ന സമയത്ത് they will feel a sense of safety and comfort. അങ്ങനെ വരുമ്പോൾ they feel loved. ആൻഡ് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ടച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമായിരിക്കും. You know what is the last love language? അഞ്ചാമത്തെയാണ് റിസീവിംഗ് ഗിഫ്റ്റ്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് സ്നേഹം ഫീൽ ചെയ്യണത് പലപ്പോഴും ഗിഫ്റ്റ് കിട്ടുന്നത് വഴിയായിരിക്കും. ഇവിടെ ഒരു കാര്യമുണ്ട്, ഗിഫ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് മെറ്റീരിയലിസ്റ്റിക് അല്ലെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇവിടെ ഗിഫ്റ്റിനും അതിൻ്റെതായ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇത് ഞാൻ കണ്ടപ്പോൾ ഞാൻ നിന്നെ ഓർത്തു, അതുകൊണ്ടാണ് ഞാൻ നിനക്കിത് വാങ്ങിച്ചു കൊണ്ടുവന്നത്. അപ്പൊ ഒരാൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ ആൾക്കാർ ചെറിയ ചെറിയ സർപ്രൈസുകൾ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ അല്ലെങ്കിൽ ഭയങ്കര സിംബോളിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആരെങ്കിലും കൊടുക്കുന്നതൊക്കെ ഇവർക്ക് വളരെ ഇഷ്ടമായിരിക്കും. ആൻഡ് വെൻ ദേ റിസീവ് ദാറ്റ് ദേ ഫീൽ റിയലി ലവ്ഡ്. ഇനി നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഭാഗത്തേക്ക് പോകണ്ടേ, ആൻഷ്യസ് ആൻഡ് അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈലിനെ പറ്റി. അതിനെപ്പറ്റി പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഈ 5 ലവ് ലാംഗ്വേജിനെ പറ്റിയും കേട്ടല്ലോ. ഇതിൽ ഏതൊക്കെയാണ് നിങ്ങളുടെ ലവ് ലാംഗ്വേജ്? എല്ലാവർക്കും ഒരെണ്ണം മാത്രമല്ല, 1, 2, 3, 4, 5 ഉള്ള ആൾക്കാരും ഉണ്ടാവാം.
സോ നിങ്ങളുടെ ലവ് ലാംഗ്വേജസ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാവോ? ആൻഡ് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ വരുന്ന ലവ് ലാംഗ്വേജ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരും ഏതാണ് ഇഷ്ടപ്പെടുന്നത് കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഇനി നമുക്ക് ആൻഷ്യസ് അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈലിലേക്ക് കടക്കാം. സോ ആദ്യം ഞാൻ ആൻഷ്യസ് ആയ ആൾക്കാരുടെയും പിന്നെ ഞാൻ അവോയ്ഡന്റ് ആയ ആൾക്കാരുടെയും ലവ് ലാംഗ്വേജസിനെ പറ്റി പറഞ്ഞു തരാം. ആൻഡ് ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളൊരു ആൻഷ്യസ് ആണെങ്കിലും നിങ്ങൾ ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം. കാരണം ഇതുകൊണ്ട് പ്രശ്നങ്ങളും ഉണ്ടാകും. ഇത് വരുമ്പോൾ അവോയ്ഡന്റ് അയാൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ആദ്യത്തെ ലവ് ലാംഗ്വേജ് വേർഡ്സ് ഓഫ് അഫർമേഷൻ. ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആരായിരിക്കും? ആൻഷ്യസ് ആയ ആൾക്കാരായിരിക്കും. ആൻഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ആൾക്കാർക്ക് വെർബൽ റീഅഷുറൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. ഈ അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ആൾക്കാർക്ക് വാക്കുകൾ കൊണ്ടുള്ള ഉറപ്പ് എപ്പോഴും വേണം, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമാണെന്ന് എപ്പോഴും കേൾക്കണം, അല്ലെങ്കിൽ ഇമോഷണലി ചാർജ്ഡ് ആയ വേർഡ്സ് കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും ആൻഷ്യസ് ആയ ആൾക്കാർ. ഈ അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ആൾക്കാർ പലപ്പോഴും അവരുടെ പാർട്ട്ണറോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, ഡു യു മിസ് മീ, ഡു യു ലവ് മീ, ഇത് കേട്ടപ്പോൾ നീ എന്നെ ഓർത്തോ? അങ്ങനെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും ആൻഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ആൾക്കാർ. ഇവിടുത്തെ ഏറ്റവും വലിയ നെഗറ്റീവ് ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ ദേ വിൽ കംപ്ലൈന്റ് ഓൾവേസ്. ലൈക്ക് എപ്പോഴും ചിലപ്പോൾ പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. പരാതി പറയുന്നത് ബിക്കോസ് ദേ ഡിഡ്ന്റ് ഫീൽ ലവ്ഡ്. കാരണം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, വേർഡ്സ് കൊണ്ട് കേൾക്കുമ്പോഴാണ് ഇഷ്ടം തോന്നുന്നത്, അല്ലെങ്കിൽ സ്നേഹിക്കപ്പെട്ടു എന്ന് തോന്നുന്നത്. അപ്പോ മറ്റേ പാർട്ട്ണർ വേർഡ്സ് കൊണ്ടൊന്നും പറയാതെ ആകുമ്പോൾ ഇവരാ വിഷമം പറയുന്നത് മറ്റേ പാർട്ട്ണറിന് അത് പരാതിയായിട്ട് തോന്നാൻ തുടങ്ങും. അതായത് ഇന്ന് നീ എന്നോടൊന്നും സ്നേഹത്തോടെ സംസാരിച്ചില്ല, നീ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ല, നീ അത് ചെയ്തപ്പോൾ പോലും നീ എന്നോട് പറഞ്ഞില്ല നീ എന്നെ മിസ് ചെയ്യുന്നു എന്ന്. കാരണം എന്താണെന്നറിയോ? ഫോർ ദം വേർഡ്സ് ഈസ് ഈക്വൽ ടു സേഫ്റ്റി ആൻഡ് സൈലൻസ് ഈസ് ഈക്വൽ ടു ത്രെറ്റ്. വാക്കുകൾ എന്ന് പറയുന്നത് they feel loved and safe ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യും. എന്നാൽ സൈലൻസ് ഉണ്ടാകുമ്പോൾ ഈ ആൻഷ്യസ് ആൾക്കാരുടെ ആദ്യത്തെ പേടി എന്ന് പറഞ്ഞാൽ എന്തോ സംതിങ് റോങ് ആൻഡ് ഇവർ ചിലപ്പോൾ എന്നിട്ടിട്ട് പോകാൻ പോകുന്നു എന്നുള്ള പേടിയൊക്കെ വരാൻ തുടങ്ങും. ആൻഡ് അവോയ്ഡൻസ് ആൾക്കാരെ ഇത് വളരെ അൺകംഫർട്ടബിൾ ആക്കും. ദേ ഡോണ്ട് ലൈക്ക് സീയിങ് ഓൾവേസ് ഐ മിസ് യു, ഐ ലവ് യു എന്നൊക്കെ ഇവർക്ക് പറയുന്നതിനോട് എപ്പോഴും താല്പര്യം ഉണ്ടാവില്ല. ആൻഡ് അങ്ങനെ പറയുമ്പോൾ തന്നെ അവർ പറയും, ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞാണല്ലോ എനിക്ക് നിന്നോട് ഇഷ്ടമാണെന്ന്, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ നിന്നോട് പറഞ്ഞാണല്ലോ എനിക്ക് നിന്നോട് ഇഷ്ടമാണെന്ന്, പിന്നെ ഇതിനകത്ത് എല്ലാ ദിവസവും പറയുന്നേ. ഈവൻ വെൻ യു സേ, നിങ്ങൾ പറയുമ്പോൾ പോലും അവർ പറയും ഇതെന്തിനാ എപ്പോഴും ഇങ്ങനെ പറയുന്നേ എന്ന് ചിലപ്പോൾ അവർ ചോദിക്കും. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ദേ ഫീൽ യു ആർ ടു നീഡി എന്നുള്ള ഫീലൊക്കെ അവർക്ക് ഉണ്ടാവാം. ഈ വേർഡ്സ് ഓഫ് അഫർമേഷൻ ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. അതായത് ഇപ്പൊ നിങ്ങളൊരു ആൻഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ഒരാളാണ്, നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിന് മെസ്സേജ് അയക്കുവാണ്, ഹേയ് ഞാനൊന്നും ഒട്ടും ഓക്കെ അല്ല. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന എന്തായിരിക്കും? കുഴപ്പമില്ല, ഞാൻ നിന്റെ കൂടെ ഇല്ലേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷെ നിങ്ങളുടെ പാർട്ട്ണർ ചിലപ്പോൾ അവോയ്ഡന്റ് അറ്റാച്ച്ഡ് ആണെങ്കിൽ അയാൾ പറയാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും, നീ ഒരു കാര്യം ചെയ്യും, നീ ഡിസ്ട്രാക്ട് ചെയ്യാൻ നോക്ക്, അത് കുറച്ച് കഴിയുമ്പോൾ പോയിക്കോളൂ. അങ്ങനെ ലോജിക്കൽ ആയിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് തരും. ഇത് കേൾക്കുമ്പോൾ യു ഡോണ്ട് ഫീൽ ലവ്, യു ഫീൽ ലൈക്ക് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടൊരു കാര്യമില്ല, അയാൾ എന്നെ സ്നേഹിക്കാൻ പോകുന്നില്ല എന്നുള്ള ഫീൽ ആയിരിക്കും. രണ്ടാമത്തേതാണ് ക്വാളിറ്റി ടൈം. ഇതും ആൻഷ്യസ് ആയ ആൾക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ്. എപ്പോഴും കാണണം, സംസാരിക്കണം, സമയം സ്പെൻഡ് ചെയ്യണം. ആൻഡ് സമയം സ്പെൻഡ് ചെയ്യാത്ത സമയത്ത് പരാതി തോന്നുന്നതും ആൻഷ്യസ് ആയ ആൾക്കാർക്കായിരിക്കും. ആൻഷ്യസ് ആയ ആൾക്കാർ പലപ്പോഴും ചിലപ്പോൾ ഇവരോട് ചോദിക്കുകയും ചെയ്യും, നമുക്ക് ഒറ്റയ്ക്കൊന്നും സംസാരിക്കണ്ടേ. ചിലപ്പോൾ ഒരുപാട് ആൾക്കാർ ഇൻവോൾവ് ചെയ്യുമ്പോൾ യു വിൽ ഫീൽ ലൈക്ക് ഇയാളോട് എനിക്ക് ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കണം എന്നുള്ള തോന്നലൊക്കെ വരും. ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ ചിലപ്പോൾ അവരുടെ ഫ്രണ്ട്സിനെയും ഒരുപാട് പേരൊക്കെ ഇൻവോൾവ് ചെയ്യും. ഒരുപാട് ആൾക്കാരോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്നാലും നിങ്ങൾ കൂടുതൽ ആഗ്രഹിക്കാൻ പോകുന്നത് അവരുടെ കൂടെ ഒറ്റയ്ക്കിരുന്ന് ഒരുപാട് നേരം സംസാരിക്കുന്നതൊക്കെ ആയിരിക്കും. ആൻഡ് ആൻഷ്യസ് ആയ ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫുൾ പ്രസൻസ് അവർക്ക് കൊടുക്കും. നിങ്ങൾ നിങ്ങളുടെ അവൈലബിലിറ്റി എപ്പോഴും അവർക്ക് കൊടുക്കും. എല്ലാ കാര്യത്തിലും നിങ്ങൾ ചിലപ്പോൾ അവർക്ക് അവൈലബിൾ ആയിരിക്കും. അവർ വിളിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓടിപ്പോവുകയും ചെയ്യും. ഫോർ എ പേഴ്സൺ വിത്ത് ദിസ് ലവ് ലാംഗ്വേജ് അവർക്ക് ടൈം ഈസ് ഈക്വൽ ടു ക്ലോസ്നെസ് ആൻഡ് ക്ലോസ്നെസ് ഈസ് ഈക്വൽ ടു സേഫ്റ്റി എന്നായിരിക്കും. എന്നാൽ അവോയ്ഡന്റ് ആയ ഒരാളുടെ അവസ്ഥ എന്താണെന്നറിയോ? അവോയ്ഡന്റ് ആള് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാത്ത ഒരു ലവ് ലാംഗ്വേജ് കൂടി ആയിരിക്കും ഇത്. ഈ ക്വാളിറ്റി ടൈം എന്ന് പറയുമ്പോൾ ദേ വിൽ ഓൾസോ ലൈക്ക് സ്പെൻഡിങ് ടൈം വിത്ത് യു. നിങ്ങളോട് സമയം സ്പെൻഡ് ചെയ്യുന്നതൊന്നും അവർക്കൊരു കുഴപ്പമുണ്ടാവില്ല, പക്ഷേ ഇമോഷണൽ സ്പേസ് എന്നുള്ള കാര്യം അവർ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവാം. അവോയ്ഡന്റ് ആൾക്കാർക്ക് സ്പേസ് ആണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അവർക്ക് പ്രത്യേകിച്ച് ഇമോഷണൽ സ്പേസ് ആൻഡ് ഇമോഷണലി ചാർജ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാനോ സംസാരിക്കാനോ ഒന്നും താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ സ്പേസ് ആഗ്രഹിക്കും, ഫ്രീഡം ആഗ്രഹിക്കും, ഒറ്റയ്ക്കിരിക്കണമെന്ന് ആഗ്രഹിക്കും. പക്ഷെ ആൻഷ്യസ് ആയ ഒരാൾക്ക് നേരെ തിരിച്ചാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കണ്ട് തിരിച്ചു വന്ന് അന്ന് രാത്രി ചിലപ്പോൾ അവോയ്ഡന്റ് ആൾ നിങ്ങളെ വിളിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും നീ എന്തെന്നെ ഒന്ന് വിളിക്കാനേ എന്ന്. കാരണം ആൻഷ്യസ് ഒരാൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവാം. മറ്റേ ആൾ പറയും നമ്മളിന്ന് കണ്ടല്ലേ ഉള്ളൂ, പിന്നെ എന്തിനാ ഇത്ര സംസാരിക്കാൻ എന്ന് ചോദിക്കും. അത് കേൾക്കുമ്പോൾ യു വിൽ ഗെറ്റ് ഹേർട്ട്. അതിനർത്ഥം അവർക്ക് നിങ്ങളോട് ഇഷ്ടമില്ല എന്നല്ല. ആൻഷ്യസ് ആയ ആൾക്കാരുടെ അടുത്ത ലവ് ലാംഗ്വേജ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? അതാണ് ഫിസിക്കൽ ടച്ച്. ആൻഡ് ദിസ് മേ ബി ദ പ്രൈമറി ലവ് ലാംഗ്വേജ് മേ ബി ഫോർ സം പീപ്പിൾ. സോ ഇങ്ങനത്തെ
ആൾക്കാര് ടച്ച് ചെയ്യപ്പെടാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവും. ആൻഡ് അവരുടെ പാർട്ട്ണർ സംസാരിക്കുമ്പോൾ അടുത്തിരിക്കുക അല്ലെങ്കിൽ കുറച്ച് ക്ലോസ് ആയിട്ടിരിക്കുക, ഇതൊക്കെ ഇവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവാം. ചിലപ്പോൾ ഇവരുടെ പാർട്ട്ണർ അവോയ്ഡന്റ് ആണെങ്കിൽ ഇതൊന്നും തരുന്നുണ്ടാവില്ല. ആൻഡ് അതും അവരോട് ഒരുപാട് ഡിസപ്പോയിന്റ് ചെയ്യും. അവോയ്ഡന്റ് ആൾക്കാർക്ക് ഫിസിക്കൽ ടച്ച് ചിലപ്പോൾ അവരെ ഓവർവെൽം ചെയ്യിക്കും, അവരെ ഇമോഷണലി ഭയങ്കരമായിട്ട് എന്താ പറയാ ചിലപ്പോൾ അൺകംഫർട്ടബിൾ ആക്കും ആൻഡ് അവരത് അവോയ്ഡ് ചെയ്യും. എന്നാൽ ആൻഷ്യസ് ആയ ആൾക്കാർക്ക് സ്നേഹം ഫീൽ ചെയ്യണമെങ്കിൽ ടച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 3 ലവ് ലാംഗ്വേജസ് ആണ് ആൻഷ്യസ് ആയ ആൾക്കാർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇത് 3ഉം ഒരുമിച്ചുമായിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരാളുടെ കൂടെ ക്വാളിറ്റി ടൈം, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പോകുമ്പോൾ യു എക്സ്പെക്ട് ഇമോഷണൽ വാക്കുകൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളത് സംസാരിക്കുകയും ചെയ്യും, നിങ്ങൾ അവരോട് സ്നേഹ പ്രകടനം ഒരുപാട് ചെയ്യും. പക്ഷെ അവർ തിരിച്ച് ഇങ്ങോട്ട് ചിലപ്പോൾ വാക്കുകൾ കൊണ്ട് അധികം എക്സ്പ്രസ് ചെയ്യില്ല. ദെൻ യു വിൽ ഫീൽ അവർക്ക് എന്നോട് ഇഷ്ടമില്ല. അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ അവർ ഒരുപാട് ടച്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവാം, അവർ അടുത്തിരിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും, ബട്ട് ദേ വോണ്ട് ബി ഇനിഷ്യേറ്റീവ്. ലൈക്ക് അവരെ ഇങ്ങോട്ടേക്ക് വന്ന് ടച്ച് ചെയ്യാൻ അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കുകയോ ഉണ്ടാവുന്നുണ്ടാവില്ല. ദെൻ യു വിൽ ഫീൽ അവർക്ക് എന്നോട് ഇഷ്ടമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സ്നേഹം ഫീൽ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വിഷമമാകുന്നു. സോ മനസ്സിലാക്കുക, ഇത് നിങ്ങളുടെ ലവ് ലാംഗ്വേജ് ആണ്. നിങ്ങളൊരു ആൻഷ്യസ് ആയ ഒരാളാണെങ്കിൽ അവരുടെ ആയിരിക്കണം എന്നില്ല. ആൻഡ് ഡു യു നോ ഹൗ ദേ എക്സ്പ്രസ് ലവ്? അവർ എക്സ്പ്രസ് ചെയ്യുന്ന രീതി 2 രീതികളാണ്. നമ്മൾ 5 പറഞ്ഞത്, അതിൽ ഓൾറെഡി 3 കഴിഞ്ഞു, ഇനി 2 ഉള്ളൂ. സോ അവോയ്ഡന്റ് ആയ ഒരാളുടെ പ്രൈമറി ലവ് ലാംഗ്വേജ് ആക്ട് ഓഫ് സർവീസ്. വാക്കുകൾ കൊണ്ട് ഇവർ സ്നേഹം പ്രകടിപ്പിക്കില്ല, പക്ഷെ പ്രവൃത്തി കൊണ്ട് ഇവർ സ്നേഹം പ്രകടിപ്പിക്കുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ, നിന്റെ കേടായ ലാപ്ടോപ്പ് ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ നിന്റെ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ അവിടെ വിളിച്ച് അന്വേഷിച്ചായിരുന്നു, അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല, നീ ഞാൻ അവിടെ പോയി അത് ഇത്രയും ചെയ്താൽ മതി, ഞാൻ പോണെങ്കിൽ ഞാൻ പോയി ചെയ്തേക്കാം. സോ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഡൂയിങ് തിങ്സ് ഫോർ ദി അതർ പേഴ്സൺ ഈസ് ഈക്വൽ ടു സേഫ്റ്റി, അല്ലെങ്കിൽ സേഫ് വേ ഓഫ് എക്സ്പ്രസിങ് ലവ് ആണ്. സോ അവോയ്ഡന്റ് ആൾക്കാർ കൂടുതലും സർവീസിലൂടെ ആയിരിക്കും ഇഷ്ടം പ്രകടിപ്പിക്കുന്നത്. അതായത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി ഈസി ആക്കാൻ അവർ നോക്കും, പക്ഷെ അവർ വാക്കുകൾ കൊണ്ട് അത് ഈസി ആക്കാൻ നോക്കില്ല. ആൻഡ് വാക്കുകൾ കൊണ്ട് അത് പറയാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് വലിയ കാര്യമായിട്ട് തോന്നിയുമില്ല. പക്ഷെ ഇവരെന്താ ചിന്തിക്കുന്നത്, ഞാൻ അയാൾക്ക് വേണ്ടി ഇത് ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു കൊടുത്തു, എന്നിട്ടും അയാൾക്ക് എന്നെ മനസ്സിലാവുന്നില്ല, എന്നിട്ട് ഞാൻ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നായിരിക്കും അവോയ്ഡന്റ് ഒരാള് ആൻഷ്യസ് ഒരാളെ പറ്റി ചിന്തിക്കുന്നത്. 2 പേര് സ്നേഹിക്കുന്നുണ്ട്, 2 രീതിയിലാണ്. സോ അവോയ്ഡന്റ് അയാൾ ഇങ്ങനത്തെ രീതിയിൽ സ്നേഹിക്കുമ്പോൾ ആൻഷ്യസ് അയാൾ പരാതി പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഇവള് അല്ലെങ്കിൽ ഇവൻ അത് പരിഗണിക്കില്ല എന്നുള്ള ചിന്തയിലേക്ക് അവർ വരികയും ചെയ്യും. അതൊരു പ്രശ്നമാണ്. ഓരോരുത്തരുടെ ലവ് ലാംഗ്വേജ് എങ്ങനെ കണ്ടുപിടിക്കാം, അതെങ്ങനെ മാറ്റാമെന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് ലാസ്റ്റ് ലവ് ലാംഗ്വേജ്, അതാണ് റിസീവിംഗ് ഗിഫ്റ്റ്സ്. ഇതും അവോയ്ഡന്റ് ആൾക്കാരുടെ ഒരു ലവ് ലാംഗ്വേജ് ആയിരിക്കും, നോട്ട് ഫോർ ആൻഷ്യസ് അറ്റാച്ച്ഡ് പീപ്പിൾ. അതിന് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻഷ്യസ് അറ്റാച്ച്ഡ് ആയ ആൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതും വാങ്ങുന്നതൊക്കെ ഇഷ്ടമായിരിക്കും, പക്ഷേ ആ ഗിഫ്റ്റിന്റെ കൂടെ കുറച്ച് ഇമോഷണൽ ആയ വാക്കുകൾ കൂടി വേണ്ടി വരും. വെറുതെ ഒരു ഗിഫ്റ്റ് കൊടുത്തത് കൊണ്ട് ചിലപ്പോൾ they don't feel loved or valued. When they give the gift, എന്തെങ്കിലും വാക്കുകൾ, ഐ മിസ് യു, ഐ ലവ് യു, ഇത് കണ്ടപ്പോൾ ഞാൻ നിന്നെ ഓർത്തു എന്നൊക്കെ പറഞ്ഞ് സ്നേഹത്തോടെ കുറച്ച് ഇമോഷണലി ചാർജ്ഡ് ആയിട്ടുള്ള വാക്കുകളോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വേർഡ്സ് കേട്ട് കഴിയുമ്പോൾ ദേ ഫീൽ ഔട്ട്. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഗിഫ്റ്റ് അവർ ഹാപ്പി ആവും. അവോയ്ഡന്റ് ആൾക്കാർ പറയാതെ ഗിഫ്റ്റ് തരുമ്പോൾ പറയുന്ന ഒരു കാര്യം, ഞാനിത് കണ്ടപ്പോൾ നിന്നെ ഓർത്തു എന്നുള്ളതായിരിക്കും. പക്ഷേ ആൻഷ്യസ് ആയ ആൾക്കാർക്ക് വാക്കുകൾ കൊണ്ട് കേട്ടേ പറ്റൂ, ആക്ഷൻ കൊണ്ട് അവർക്ക് അത് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്റെ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ അവരോട് പരാതി പറഞ്ഞാലോ, നീ എനിക്ക് അത് തരുന്നുണ്ട്, നീ എനിക്ക് ഇത് തരുന്നുണ്ട്, പക്ഷെ എനിക്ക് വേണ്ട സ്നേഹം മാത്രം നീ തരുന്നില്ല. അവരുടെ രീതിയിൽ അവർ ഇത് കൊടുക്കുന്നത് അത് കൊടുക്കുന്നത് സ്നേഹമാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ലവ് ലാംഗ്വേജും ഡിഫറെന്റ് ആണ്. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഐ മീൻ കൺഫ്യൂസിംഗ് ആയ കാര്യമാണ്. ഞാൻ നിങ്ങളോട് എപ്പോഴും ഒരു കാര്യം എടുത്ത് പറയും, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. ഈ ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാന്ന് പറയുന്നത് ഒരു വലിയ മെന്റൽ ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാർ മാത്രം ചെയ്യുന്ന ഒരു കാര്യമൊന്നുമല്ല. ലൈഫിലെ ചെറിയ ചെറിയ സ്ട്രെസ്സുകൾ ആദ്യമേ നിങ്ങൾ ഡീൽ ചെയ്യാൻ പഠിക്കുവാണെങ്കിൽ അത് കുന്നുകൂടി കൂടി വലിയ പ്രശ്നങ്ങളായി മാറില്ല. അതുപോലെ തന്നെ ലൈഫിൽ ചെറിയ ചെറിയ സ്ട്രെസ്സുകൾ ഉണ്ടാവുമ്പോഴാണെങ്കിൽ പോലും മേക്ക് ഇറ്റ് എ ഹാബിറ്റ് ഓർ നോർമലൈസ് ദാറ്റ് യു ആർ കൺസൾട്ടിങ് എ സൈക്കോളജിസ്റ്റ്, ബിക്കോസ് എ സൈക്കോളജിസ്റ്റ് വിൽ ഹെൽപ്പ് യു. ഒരു സൈക്കോളജിസ്റ്റ് എപ്പോഴും ഒരു പ്രൊഫഷണൽ ആണ്, ഇതിനെപ്പറ്റി കൃത്യമായി പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. സോ നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടാവുന്നു എന്ന് കാണുമ്പോൾ തന്നെ ഇഫ് യു തിങ്ക് ദാറ്റ് ദ വേ യു ഡീൽ ഈസ് നോട്ട് റൈറ്റ്, ടോക്ക് ടു എ സൈക്കോളജിസ്റ്റ്. അല്ലെങ്കിൽ എന്താ പറ്റാന്നറിയോ, അവസാനം ബ്രേക്കപ്പ് വരെ കാത്തിരിക്കേണ്ടി വരും. ഒരാളുടെ ലവ് ലാംഗ്വേജ് കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല. ഒരാളുടെ ലവ് ലാംഗ്വേജ് കണ്ടുപിടിക്കാൻ ഇത്രയേ ഉള്ളൂ, അവരുടെ ലവ് ലാംഗ്വേജ് ഏതാണോ ആ രീതിയിലായിരിക്കും അവർ നിങ്ങളോട് ഇഷ്ടം എക്സ്പ്രസ് ചെയ്യുന്നത്. വേർഡ്സ് ഓഫ് അഫർമേഷൻ ആഗ്രഹമുള്ള ഒരാൾ നിങ്ങളോട് എപ്പോഴും ഐ ലവ് യു, ഐ മിസ് യു അത് കേൾക്കാനും അവർ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ടാവാം. ആക്ട് ഓഫ് സർവീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് തരുന്ന ഒരാൾ, അതായിരിക്കും അവരുടെ ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ ഓരോരുത്തരെയും
നിങ്ങൾ സ്നേഹിക്കുമ്പോൾ അല്ലെങ്കിൽ പരിചയപ്പെടുന്ന സമയത്ത് ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദിയർ ലവ് ലാംഗ്വേജ് ആൻഡ് ദെൻ സീ വെദർ ഇറ്റ് മാച്ചസ്. ഈ മാച്ച് ആകാതെ നിങ്ങൾ അവിടെ നിൽക്കുന്നതും പലപ്പോഴും പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യും. നിങ്ങളുടെ ലൈഫിൽ ഒട്ടും നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല, പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കൺസൾട്ട് എ സൈക്കോളജിസ്റ്റ്. ആൻഡ് നിങ്ങൾക്ക് എന്നോട് സംസാരിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഓൺലൈൻ സെഷൻസ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. തെറപ്പി സെഷൻസ് ബുക്ക് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്നോട് സംസാരിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫോം ഫില്ല് ചെയ്യുന്നതാണ്, ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളാം. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എന്തായാലും നിങ്ങളുടെ ലവ് ലാംഗ്വേജ് എന്താണ്, ഇനി പുതിയ തരം എന്തെങ്കിലും ലവ് ലാംഗ്വേജ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളെല്ലാം നിങ്ങൾ കമന്റ് ചെയ്യണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. താങ്ക് യു സോ മച്ച്.